ജപ്പാനിലെ ചെറി ബ്ലോസം കാണുന്നത് പോലെയുള്ള ഇന്ത്യൻ ഗ്രാമമാണ് ടുർട്ടുക്. ഈ വില്ലേജിലോട്ടാണ് ഇന്നത്തെ ട്രക്കിംഗ് ഉള്ളത്. ഇത് ടുർട്ടുക് വില്ലേജിലോട്ട് പോണ വഴിയുള്ള ഒരു ഫോട്ടോ പോയിന്റ് ആണ്. ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ആണ്. ഇത് കയറി കഴിയുമ്പോൾ ഇങ്ങനെ ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കും. ഈ റിവറിൽ നിറയെ സ്റ്റോൺസും ഐസ് ബ്ലൂ കളറിലെ വെള്ളവുമാണുള്ളത്. ഇവിടെ നിന്നുള്ള ഫോട്ടോന്റെ വ്യൂ നല്ല ഭംഗിയാ കാണാൻ. കുറച്ചുപേര് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ടുർട്ടുക് വില്ലേജിലോട്ട് പോകണം. വില്ലേജ് എടുക്കാറായപ്പോൾ തന്നെ ചെമ്മരിയാടിനെയൊക്കെ കുറെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ ഭാഗം വരെ മാത്രമേ കാർ പോവുകയുള്ളൂ. കാറിൽ നിന്ന് ഇറങ്ങി ഈ കാണുന്ന ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വേണം ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. ഈ ടുർട്ടുക് വില്ലേജ് 1971 പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് ഇന്ത്യ സേന പിടിച്ചെടുത്തതാണ്. രാത്രി പാകിസ്ഥാനിൽ കിടന്നുറങ്ങി രാവിലെ ആയപ്പോൾ ഇന്ത്യയുടെ ഭാഗമായ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ലഡാക്കിലെ മറ്റുള്ള ഗ്രാമങ്ങളിലെ ആളുകളെയും കാട്ടി വ്യത്യാസമാണ് ഇവിടുത്തെ ആളുകൾ. ബാൾട്ടി സംസ്കാരമാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇവിടുത്തെ ആളുകൾ കൂടുതലും ബാൾട്ടി ഭാഷയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ലഡാക്കി ഭാഷയും ഇവർക്കറിയാം. ഇവിടെയുള്ള കൂടുതൽ ആൾക്കാരും മുസ്ലിങ്ങളാണ്. ഈ കല്ലുപാകിയ വഴിയിലൂടെ നടന്നു വേണം ഗ്രാമത്തിലോട്ട് പ്രവേശിക്കാൻ. ഈ ഗ്രാമത്തിലെ ട്രക്കിംഗ് 3-4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. പ്രധാനമായും ടൂറിസ്റ്റുകൾ പോകുന്നത് ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. 2010 മുതലാണ് ടൂറിസ്റ്റുകൾക്ക് ഈ ഗ്രാമത്തിൽ പ്രവേശിക്കാനുള്ള പെർമിഷൻ കിട്ടിയത്. ടൂറിസ്റ്റുകൾക്ക് ഇവിടെ താമസിക്കാനും സൗകര്യമുണ്ട്. ഇതുകൂടാതെ ഒരു മൊണാസ്ട്രിയും മ്യൂസിയം ഒക്കെ ഉണ്ട്. ഈ ഗ്രാമത്തിന്റെ പ്രധാന വരുമാനം കൃഷിയാണ്. ആപ്രിക്കോട്ട്, വാൾനട്ട്, ബാർലി എന്നിവയുടെ കൃഷിയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ടൂറിസത്തിൽ നിന്നും വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയുള്ള പഴയ വീടുകളൊക്കെ ട്രഡീഷണൽ മോഡലിലാണുള്ളത്. പുതിയ ടൈപ്പിലുള്ള വീടുകളും കാണാൻ പറ്റും. ഈ ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ ഒക്കെ ഫുൾ ഫോട്ടോ പോയിന്റ് ആണ്. എവിടെ നോക്കിയാലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കാണുന്നത്. ഈ ഗ്രാമത്തിലെ വഴികളൊക്കെ ഭയങ്കര ഇടുങ്ങിയ വഴികളാണ്. കല്ലുകൾ അടുക്കി വെച്ചിട്ടാണ് കോമ്പൗണ്ട് തിരിച്ചിരിക്കുന്നത്. സ്പ്രിംഗ് സീസൺ ആരംഭിക്കുമ്പോൾ ലഡാക്കിലെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടത്താറുണ്ട്. ഇതിനെ ആപ്രിക്കോട്ട് ബ്ലോസം ഫെസ്റ്റിവൽ എന്നാണ് വിളിക്കുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ 6 മുതൽ 18 വരെയാണ് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത്. ഈ സമയത്ത് ഈ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി ടൂറിസ്റ്റ് ധാരാളം എത്താറുണ്ട്. നടക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടതാണ് ചെമ്മരിയാടിന്റെ രോമങ്ങൾ എടുക്കണത്. ചെമ്മരിയാടിന്റെ രോമങ്ങളെ കൊണ്ട് പാഷ്മിന സിൽക്കിന്റെ ഷാളുകളൊക്കെ ഉണ്ടാക്കും. ഇത് ഇവിടുത്തെ ആളുകളുടെ ട്രഡീഷണൽ ജോലിയും കൂടിയാണ്. ഞങ്ങളിപ്പോൾ നടക്കുന്നത് ആപ്രിക്കോട്ടിന്റെ തോട്ടത്തിലോട്ടാണ്. ഈ ഏരിയയിൽ ആപ്രിക്കോട്ടിന്റെ കുറെ തോട്ടങ്ങളുണ്ട്. ഈ പിങ്കും വൈറ്റും മിക്സിംഗ് ഉള്ള ഫ്ലവേഴ്സ് ഒക്കെ ആപ്രിക്കോട്ട് ഫ്രൂട്ടിന്റെ ആണ്. ജപ്പാനിലെ ചെറി ബ്ലോസം കാണുന്നത് പോലെയുള്ള ഇന്ത്യൻ ഗ്രാമമാണിത്. ഏപ്രിൽ മുതൽ മെയ് വരെയാണ് ഈ ആപ്രിക്കോട്ട് ബ്ലോസം ഉള്ളത്. ഈ സീസണിൽ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ടൂറിസ്റ്റുകൾ തിരക്കായിരിക്കും. ഇത് പോണ വഴി കണ്ട ഒരു ഫാമാണ്. ഇതേപോലെ കുറെ ഫാമുകളുണ്ട് ഈ ഏരിയയിൽ. ജൂലൈ മുതൽ ആഗസ്റ്റ് വരെയാണ് ഇതിന്റെ ഹാർവെസ്റ്റിംഗ് ടൈം. ആ ടൈമിൽ എല്ലായിടത്തും ഈ ആപ്രിക്കോട്ട് ഫ്രൂട്ടുകൾ കാണാൻ പറ്റും. കൂടുതലായിട്ട് വന്ന ആപ്രിക്കോട്ട് ഫ്രൂട്ടൊക്കെ ഡ്രൈ ഫ്രൂട്ടായിട്ട് മാറ്റും. പല രാജ്യങ്ങളിലോട്ട് ഇവിടുന്ന് എക്സ്പോർട്ടിങ് പോകാറുണ്ട്. ആപ്രിക്കോട്ടിന്റെ ഫാംസ് കൂടുതലും കാണുന്നത് കാർഗിലും ഈ ടുർട്ടുക്കിലുമാണ്. ഇനിയും ട്രക്ക് ചെയ്ത് മേൽഭാഗത്തോട്ട് പോകാനുണ്ട്. അവിടെ ഇതിലും കൂടുതൽ ഫാംസ് കാണാൻ പറ്റും.